Good morning, students. Welcome to this video. Household appliances. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് സ്റ്റൗ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഡക്ഷൻ കുക്കർ പഠിച്ചു. ഓക്കെ, ഇനി ഈ ഇലക്ട്രിക് സ്റ്റൗവിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഒരു ഹീറ്റിംഗ് എലമെന്റ് ആണ്, ഒരു ഹീറ്റിംഗ് കോയിൽ ആണ്. ഓക്കെ, അപ്പോൾ the main part of an electric stove is a heating element. Okay, അപ്പോൾ ഇലക്ട്രിക് സ്റ്റൗവിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്, പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഒരു ഹീറ്റിംഗ് എലമെന്റ് ആണ്. ഓക്കെ, ആ ഹീറ്റിംഗ് എലമെന്റ് ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതായത് ഹീറ്റിംഗ് എലമെന്റ് കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത് ഹീറ്റ് ആവുന്നു, അങ്ങനെ ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു ഇലക്ട്രിക് സ്റ്റൗവിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഒരു ഹീറ്റിംഗ് എലമെന്റ് ആണ്. ഈ ഹീറ്റിംഗ് എലമെന്റ് ചെയ്യുന്നത് ഇറ്റ് കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻടു ഹീറ്റ് എനർജി. അത് ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഈ ഹീറ്റിംഗ് എലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത്? ഓക്കെ, ദിസ് ഹീറ്റിംഗ് എലമെന്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹൈ റെസിസ്റ്റൻസ് നിക്രോം. ഓക്കെ, നിക്രോം കൊണ്ടാണ് ഈ ഹീറ്റിംഗ് എലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു ഹൈ റെസിസ്റ്റൻസ് മെറ്റീരിയൽ ആണ് നിക്രോം എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ഇത് ചൂടാവുമ്പോൾ ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നിക്രോമിന്. ഓക്കെ, അപ്പോൾ ഈ ഹീറ്റിംഗ് എലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത് നിക്രോം കൊണ്ടാണ്. ഓക്കെ, നിക്രോം കൊണ്ടാണ് ഈ ഹീറ്റിംഗ് എലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഹീറ്റിംഗ് എലമെന്റ് ഇലക്ട്രിക് കറണ്ടിന്റെ ഹീറ്റ് എനർജി ആക്കും. അപ്പോൾ ഇത് ഹൈ ടെമ്പറേച്ചർ ചൂടാവുമ്പോൾ ഇത് ഓക്സിഡൈസ് ചെയ്യപ്പെടത്തില്ല. ഓക്കെ, ഹൈ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സഹിക്കാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? നിക്രോമിനുണ്ട്. ഓക്കെ, അപ്പോൾ നിക്രോം കൊണ്ടാണ് ഈ ഹീറ്റിംഗ് എലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ഹൈ ടെമ്പറേച്ചർ ചൂടാവുമ്പോൾ ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നില്ല. ഹൈ ടെമ്പറേച്ചറിനെ താങ്ങാനുള്ള ശേഷി ആർക്കുണ്ട്? നിക്രോമിനുണ്ട്. ഇനി ഹീറ്റിംഗ് എലമെന്റ് വെച്ചിരിക്കുന്നത് ഒരു പോർസലൈൻ ബേസിലായിരിക്കും. ഓക്കെ, പോർസലൈൻ ബേസിലായിരിക്കും ഈ ഹീറ്റിംഗ് എലമെന്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹീറ്റിംഗ് എലമെന്റ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു പോർസലൈൻ ബേസിലാണ്. ഓക്കെ, പോർസലൈൻ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പോർസലൈൻ എന്ന് പറഞ്ഞാൽ ഒരു സെറാമിക് മെറ്റീരിയൽ ആണ്. അപ്പോൾ അങ്ങനെ പോർസലൈൻ ബേസിലാണ് ഈ നിക്രോം പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് സ്റ്റൗവിനകത്ത് അതിന്റെ പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് എലമെന്റ് ആണ്. ആ ഹീറ്റിംഗ് എലമെന്റ് ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇലക്ട്രിക് കറണ്ട് അതിലൂടെ പാസ് ചെയ്യുമ്പോൾ അത് ഹീറ്റ് ആവും. അങ്ങനെ ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇത് ഹീറ്റിംഗ് എലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത് നിക്രോം കൊണ്ടാണ്. എന്നിട്ട് ഈ ഹീറ്റിംഗ് എലമെന്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു പോർസലൈൻ ബേസിലാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു നിക്രോമിന്റെ പ്രത്യേകത പറഞ്ഞു. അതായത് ഹൈ ടെമ്പറേച്ചറിൽ നമുക്ക് ഇതിനെ ഹീറ്റ് ചെയ്യാം, ഇത് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നില്ല. Okay, the heating element can be heated to high temperature without oxidizing. Oxidizing ചെയ്യാതെ ഹൈ ടെമ്പറേച്ചറിൽ നമുക്ക് ഇതിനെ ഹീറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതാണ് ഹീറ്റിംഗ് എലമെന്റിന്റെ പ്രത്യേകത. അതായത് നിക്രോം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഹീറ്റിംഗ് എലമെന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹീറ്റിംഗ് എലമെന്റിനെ ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്യാൻ പറ്റും. ഓക്സിഡൈസ് ചെയ്യാതെ ഹൈ ടെമ്പറേച്ചറിൽ ഇതിനെ ഹീറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി ഈ ഹീറ്റിംഗ് എലമെന്റ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഹീറ്റർ പ്ലേറ്റിനകത്താണ്. ഒരു സിക്സാഗ് മാനർ ആണ്. സിക്സാഗ് മാനർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഡറിലൊന്നും അല്ല. അപ്പോൾ ഹീറ്റിംഗ് എലമെന്റ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഹീറ്റർ പ്ലേറ്റിനകത്താണ് ഈ ഹീറ്റിംഗ് എലമെന്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഹീറ്റിംഗ് എലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത് നിക്രോം കൊണ്ടാണ്. ആ ഹീറ്റിംഗ് എലമെന്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഹീറ്റർ പ്ലേറ്റിനകത്താണ്. ഒരു സിക്സാഗ് ഫോമിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സിക്സാഗ് എന്ന് പറയുന്നത് എന്താണ്? വളഞ്ഞു പുളഞ്ഞു. ഓക്കെ, ഒരു സിക്സാഗ് ഫോമിലാണ്. ഓക്കെ, ഒരു ക്രമമായിട്ടുള്ള ഓർഡർ ഒന്നും ഇല്ലാതെ ഒരു സിക്സാഗ് ഫോമിലാണ് ഈ ഹീറ്റർ പ്ലേറ്റിനകത്ത് ഈ ഹീറ്റിംഗ് എലമെന്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ സ്റ്റൗവിന്റെ മെറ്റൽ ബോഡി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു വുഡൻ ഹാൻഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റൗവിന്റെ മെറ്റൽ ബോഡിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി
ഒരു തിക് വുഡൻ ഹാൻഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, the metal body of stove is supported by a thick wooden handle to make it portable for operation. കാരണം ഇലക്ട്രിക് സ്റ്റവ് പോർട്ടബിൾ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഈ മെറ്റൽ ബോഡിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഇലക്ട്രിക് സ്റ്റൗവിന്റെ മെറ്റൽ ബോഡിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു തിക് വുഡൻ ഹാൻഡില് ഘടിപ്പിച്ചേക്കൊണ്ട് നമുക്ക് വുഡൻ ഹാൻഡിനകത്ത് പിടിച്ച് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ കഴിയും. അതായത് അത് പോർട്ടബിൾ ആണ്. പോർട്ടബിൾ ആക്കാൻ വേണ്ടി ഈ സ്റ്റൗവിന്റെ മെറ്റൽ ബോഡിയിൽ ഒരു തിക് വുഡൻ ഹാൻഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടി, പോർട്ടബിൾ ആക്കാൻ വേണ്ടി ആ സ്റ്റൗവിന്റെ, ഇലക്ട്രിക് സ്റ്റൗവിന്റെ മെറ്റൽ ബോഡിയിൽ ഒരു തിക് വുഡൻ ഹാൻഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് സ്റ്റൗവിന്റെ അപ്പർ പോർഷനിൽ ഗ്രിഡ് ഉണ്ട്. ഓക്കെ, the electric stove has grid on its upper portion of metal body. മെറ്റൽ ബോഡിയുടെ അപ്പർ പോർഷനിൽ ഗ്രിഡ് ഉണ്ട്. ഈ ഗ്രിഡിന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രൊട്ടക്ട് ഹീറ്റർ പ്ലേറ്റ് ആൻഡ് പ്രിവെന്റ് ടച്ചിങ് ദ ഹീറ്റിംഗ് എലമെന്റ്. അപ്പോൾ ഇലക്ട്രിക് സ്റ്റൗവിന്റെ ബോഡിയുടെ അപ്പർ പോർഷനിൽ ഗ്രിഡ് ഉണ്ട്. ഈ ഗ്രിഡിന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റർ പ്ലേറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, ഹീറ്റിംഗ് എലമെന്റിൽ ടച്ച് ചെയ്യാതിരിക്കുക, അതാണ് ഗ്രിഡിന്റെ യൂസ്. അപ്പോൾ ഈ ഇലക്ട്രിക് സ്റ്റൗവിന്റെ ബോഡിയുടെ അപ്പർ പാർട്ടിൽ ഗ്രിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രിഡിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റർ പ്ലേറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, ഹീറ്റിംഗ് എലമെന്റിനെ ടച്ച് ചെയ്യാതിരിക്കുക, അതാണ് ഗ്രിഡിന്റെ യൂസ്. ഓക്കെ, ഇനി നമുക്കറിയാം കറണ്ട് ആ ഹീറ്റിംഗ് എലമെന്റിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ, നമ്മൾ സപ്ലൈ ഓൺ ചെയ്യുമ്പോൾ കറണ്ട് ആ ഹീറ്റിംഗ് എലമെന്റിൽ കൂടെ പാസ് ചെയ്യും, അത് ചൂടാവും. ഓക്കെ, ആ ഹീറ്റ് കൊണ്ടാണ് നമ്മൾ ഫുഡിനെ കുക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് ഹീറ്റിംഗ് എലമെന്റിൽ കൂടെ പാസ് ആവുമ്പോഴത്തേക്ക് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ആ ഹീറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഫുഡിനെ പാചകം ചെയ്യുന്നത്. ഓക്കെ, കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് സ്റ്റവ് എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹീറ്റിംഗ് എലമെന്റ് ആണ്. ഹീറ്റിംഗ് എലമെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജിയാക്കി മാറ്റും. നിക്രോം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഹീറ്റിംഗ് എലമെന്റ്. നിക്രോമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹീറ്റ് ചെയ്യുമ്പോൾ, ഹൈ ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യുമ്പോൾ ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, ഇനി ഇതൊരു പോർസലൈൻ ബേസിലാണ് ഹീറ്റിംഗ് എലമെന്റ് വെച്ചിരിക്കുന്നത്. പോർസലൈൻ എന്ന് പറഞ്ഞ ഒരു സെറാമിക് മെറ്റീരിയൽ ആണ്. ഇനി ഈ ഹീറ്റിംഗ് എലമെന്റിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഹീറ്റർ പ്ലേറ്റിനകത്താണ്. ഓക്കെ, ഇനി ഈ ഉപയോഗിക്കാൻ സൗകര്യത്തിന് വേണ്ടി, പോർട്ടബിൾ ആക്കാൻ വേണ്ടി, ഹാൻഡിൽ ചെയ്യാൻ ഈസിക്ക് വേണ്ടി, എളുപ്പത്തിന് വേണ്ടി ഈ ഇലക്ട്രിക് സ്റ്റൗവിന്റെ മെറ്റൽ പാർട്ടിൽ ഒരു തിക് വുഡൻ ഹാൻഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇലക്ട്രിക് സ്റ്റൗവിന്റെ ബോഡിയുടെ അപ്പർ പാർട്ടിൽ ഒരു ഗ്രിഡ് ഉണ്ട്. ഈ ഗ്രിഡിന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റർ പ്ലേറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, ആ ഹീറ്റിംഗ് എലമെന്റിൽ ടച്ച് ചെയ്യാതിരിക്കുക. ഇതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ when current passes through heating element it produces heat. കറണ്ട് ഹീറ്റിംഗ് എലമെന്റിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അത് ചൂടാവും, ആ ഹീറ്റ് കൊണ്ട് ഫുഡിനെ കുക്ക് ചെയ്യും. ഓക്കെ, ഇത്രയുമുള്ള ഇലക്ട്രിക് സ്റ്റൗ. ഓക്കെ.